ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒറ്റ കട്ടിങ്ങിൽ രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്ന ഒരു സ്ട്രെയിറ്റ് പാൻ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീറ്ററിൻ്റെ പോളിസ്റ്റർ ടൈപ്പ് മെറ്റീരിയലാണ്. ഇങ്ങനത്തെ മോഡൽ ചെയ്യാനായിട്ട് നമ്മൾ 2.5 മീറ്ററിൻ്റെ മെറ്റീരിയലാണ് എടുക്കേണ്ടത്. ഇപ്പം എൻ്റെ കയ്യിൽ 2.5 മീറ്റർ ഇല്ല, 2 മീറ്ററേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മളിതുപോലെ ക്ലോത്ത് നിവർത്തി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നീളം ഭാഗത്തേക്ക് രണ്ടാക്കി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുകൾ ഭാഗത്താണ് ഫോൾഡഡ് സൈഡ് വരുന്നത്, ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ് വരുന്നത്. ആ ഫോൾഡഡ് സൈഡിൽ നിന്നും വീണ്ടും നമ്മൾ ഓപ്പൺ സൈഡിലേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി മടക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ക്ലോത്ത് 4 ആക്കി മടക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ സൈഡിൽ ഫോൾഡഡ് സൈഡ്, ഇപ്പുറത്തെ സൈഡിൽ ഒരു ഫോൾഡഡും ഒരു ഓപ്പണാണ് വരുന്നത്. അപ്പം ഞാനിവിടെ ലെങ്ത്ത് എനിക്കിവിടെ കിട്ടുന്നത് 33.5 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. എനിക്കൊരു 35 ഇഞ്ചോളം ലെങ്ത്ത് വേണം. അപ്പം മുകൾ ഭാഗത്ത് ഞാനിവിടെ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 19.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. അപ്പം പോക്കറ്റ് നമ്മൾ ഇതിൽ ഈ ക്ലോത്തിൽ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും വീതി ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ അറ്റത്ത് നിന്ന് ഞാനിവിടെ ഒരു 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഈ 2 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ക്രോച്ചേരിയയുടെ ആ ഭാഗം മാർക്ക് ചെയ്യാനുള്ളതാണ് ഈ 2 ഇഞ്ച്. വേണമെങ്കിൽ നമുക്ക് 2.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ ഹിപ്പ് റൗണ്ടാണ് നോക്കുന്നത്. നമ്മുടെ പാൻറ്റ് എവിടെയാണ് നമ്മൾ ഇടുന്നത് ആ ഭാഗത്തെ 1 ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. എനിക്കിവിടെ 39 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട് വരുന്നത്. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂട്ടിയെടുക്കുക. എനിക്കിവിടെ വരുന്നത് 12.25 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ 12.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ 12.25 മാർക്ക് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ഈ 2 ഇഞ്ച് തന്നെ ഈ ഭാഗത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ഒന്ന് കുഴിച്ച് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്നൊരു കുഴിച്ച് ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ക്രോച്ചേരിയുടെ ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ അരവണ്ണം നമ്മൾ മാർക്ക് ചെയ്യണം. നമ്മളപ്പോൾ നേരത്തെ എടുത്ത ആ 12.25 തന്നെയാണ് ഞാൻ ഈ ഭാഗത്തേക്കും മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് ഞാനിവിടെ 12.25 ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്തു. അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ആ ഭാഗത്താണ് നമ്മൾ പോക്കറ്റ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ താഴേക്ക് ഞാനിവിടെ 1 ഇഞ്ച് താഴേക്ക് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും താഴേക്കാണ് പോക്കറ്റിനുള്ള വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ആ 1 ഇഞ്ച് താഴെ നിന്നും ഞാനിവിടെ ഒരു 6 ഇഞ്ചാണ് ഇവിടെ പോക്കറ്റിനുള്ള വിഡ്ത്തായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ 6 ഇഞ്ച്. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈ പോക്കറ്റിൻ്റെ ഉള്ളിൽ കൈ വയ്ക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ആ പോക്കറ്റിലേക്ക് നമ്മുടെ കൈ കയറണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വിഡ്ത്ത് കൂട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ കൂട്ടിയെടുക്കാം. അപ്പം ഞാൻ എൻ്റെ കൈ കയറാവുന്ന രീതിയിൽ ഒരു 6 ഇഞ്ചിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ആ കൈയുടെ അതേ ഷേപ്പിൽ തന്നെയാണ് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടിയും അവിടെ 2.5 മീറ്റർ ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കവിടെ സ്പേസ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ചെറിയൊരു പോക്കറ്റാണ്. അപ്പം ഞാൻ എൻ്റെ ആ കൈയുടെ അതേ ഷേപ്പിൽ തന്നെ ഞാനിവിടെ ഒരു പോക്കറ്റായിട്ട് വരച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആ ഷേപ്പിൽ ഇതുപോലെ ഞാൻ വരച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഷേപ്പിൽ നമ്മളിതുപോലെ വരച്ചെടുത്തു. നമ്മൾ ആ പോക്കറ്റ് വരച്ചതിൻ്റെ ആ കോർണറിൽ നിന്നും ആ അറ്റത്ത് നിന്ന് നമ്മൾ താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് താഴത്ത് എത്രയാണ് നമുക്ക് വിഡ്ത്ത് വേണ്ടത്, താഴത്ത് നമ്മുടെ ആ കാലിൻ്റെ ഭാഗത്ത് എത്രയും വിഡ്ത്ത് വേണം അതനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്യുക. ഞാനിവിടെ താഴത്തെ ഭാഗത്ത് ഒരു 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 9.5 ഇഞ്ചിൽ ഞാൻ നല്ല ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ക്രോച്ചേരിയുടെ ഭാഗത്തു നിന്ന് ഇതുപോലെ നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ മാർക്കിങ് ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാൻറ്റിൻ്റെ മാർക്കിങ്. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തു. അപ്പോൾ ഇതുപോലെ നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിനി സ്റ്റിച്ചിങ് ഭാഗമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 4 പീസായിരുന്നു. അപ്പോൾ നമ്മൾ 2 പീസ് വേർതിരിച്ച് ഇതുപോലെ 2 പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പോക്കറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഇതുപോലെ നമ്മളൊരു 1/2 ഇഞ്ചിൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ രണ്ട് പാൻറ്റിൻ്റെ 2 സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ പോക്കറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ മുകളിൽ നിന്ന് താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ആ പോക്കറ്റിൻ്റെ ഭാഗത്ത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മളിത് പാൻറ്റ് ഇതുപോലെ നിവർത്തി ഇടുക. അപ്പോൾ നമ്മുടെ പോക്കറ്റ് വരുന്നത്, അപ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റില്ല നമ്മുടെ പോക്കറ്റ് വരുന്നത്. ഈ സൈഡിലാണ് നമ്മുടെ പോക്കറ്റ് വരുന്നത്. ഇതുപോലെയാണ് നമ്മുടെ പോക്കറ്റ് വരുന്നത്.
ഇനി നമ്മൾ മറ്റേ പീസിൽ നമ്മളിതുപോലെ സൈഡ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതും നിവർത്തി നല്ല വശം ചേർത്ത് 2 പീസിൻ്റെയും നല്ല വശം ചേർത്ത് ഇതുപോലെ വെച്ച് കൊടുക്കും. ഇനി നമ്മൾ 2 സൈഡിലെയും ആ ക്രോച്ചേരിയുടെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ 2 സൈഡിലും ക്രോച്ചേരിയുടെ ഭാഗം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ പിടിച്ച് നമ്മൾ ആ പാൻറ്റിൻ്റെ ഷേപ്പിൽ തന്നെ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡിലേക്ക് നമുക്ക് ആ പോക്കറ്റ് നമുക്കിതുപോലെ കാണാം. മുകൾ ഭാഗത്ത് നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ 5 ഇഞ്ച് വീതിയുള്ളൊരു പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ വിഡ്ത്ത് നമ്മൾ ഈ ഫുൾ വിഡ്ത്ത് തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി പാൻറ്റിൻ്റെ നല്ല സൈഡിലേക്ക് ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലുള്ള പീസ് നമുക്ക് യോജിപ്പിച്ചെടുക്കണം. പാൻറ്റിൻ്റെ നല്ല സൈഡും നമ്മൾ 5 ഇഞ്ച് വീതിയുള്ള ആ പീസിൻ്റെ നല്ല സൈഡും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമ്മൾ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് ചെറുതാക്കി ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ആ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്തേക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി ആ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഇലാസ്റ്റിക് കയറ്റാനുള്ള കുറച്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം വേണം ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പം ഞാനിവിടെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 33 ഇഞ്ചാണ്. അപ്പോൾ ഈ ഇലാസ്റ്റിക് നല്ലോണം വലിയുന്ന ഇലാസ്റ്റിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ 6 ഇഞ്ച് നമ്മുടെ വേസ്റ്റ് വിഡ്ത്ത് എത്രയാണ് അതിൽ നിന്ന് 6 ഇഞ്ച് മൈനസ് ചെയ്ത് എടുത്തത്. ഇലാസ്റ്റിക് നല്ല ടൈറ്റായിട്ടുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ നിങ്ങൾ 3 ഇഞ്ച് മൈനസ് ചെയ്ത് എടുത്താൽ മതി. ഇലാസ്റ്റിക്കിൽ ഒരു പിൻ കുത്തിയതിന് ശേഷം നമ്മൾ ആ ഗ്യാപ്പിലൂടെ നമ്മൾ ഇലാസ്റ്റിക് കടത്തി കൊടുക്കാം. ഇലാസ്റ്റിക് നമ്മളിതുപോലെ കടത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 ഇലാസ്റ്റിക്കും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ആ ഗ്യാപ്പ് വിട്ട ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ നമ്മൾ ആ ഗ്യാപ്പ് വിട്ട ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. എനിക്ക് പാൻറ്റിന് ലെങ്ത്ത് കുറവായതുകൊണ്ട് താഴത്തെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ വേറൊരു പീസാണ് എടുത്തിരിക്കുന്നത്. 3 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. താഴത്തെ ഭാഗം ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 2 സൈഡിലും ഇതുപോലെ നമ്മൾ പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പീസിൻ്റെ ഈ ഭാഗം നിവർത്തിയിട്ടതിന് ശേഷം മുകളിൽ നമ്മൾ ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ മടക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ തയ്യൽ തുമ്പിലേക്ക് വീണ്ടും ഇതുപോലെ തന്നെ 1 ഇഞ്ച് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ മടക്കി എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴെ നമ്മൾ പാൻറ്റിന് താഴത്തെ ഭാഗം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ താഴത്തെ ഭാഗം ഞാനവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ സൈഡ് വശം ഇതുപോലെ ക്രോച്ചേരിയുടെ ഭാഗം നമ്മൾ കറക്റ്റാക്കി വെച്ചതിന് ശേഷം സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ പാൻറ്റ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് പാൻറ്റ് വരുന്നത്. 2 സൈഡിൽ നമുക്ക് പോക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒറ്റ കട്ടിങ്ങിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ 2.5 മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് താഴത്തെ ഭാഗത്തൊന്നും വേറെ പീസ് വെച്ച് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.